Sevens Golden Diamonds, Ermalur, Vadadala. പെരിയാറിലെ വിഷം കലക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുടിവെള്ള സ്രോതസ്സായ പെരിയാറിനെ വിഷമയമാക്കുന്ന കമ്പനികൾക്കെതിരെ PCB യാതൊരു നടപടിയും നാളെ സ്വീകരിക്കാത്തതിന്റെ അനന്തരഫലമായാണ് പെരിയാർ നിത്യേനയെന്നോണം മലിനീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിയാർ രൂക്ഷമായ മലിനീകരണത്തിന് വിധേയമാവുകയും ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്ത് നശിച്ചു പോവുകയും ചെയ്തു. ഈ സംഭവത്തിലും PCB വ്യവസായശാലകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. പെരിയാറിനെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ മലിനമാക്കുന്ന കമ്പനികളെ സംരക്ഷിക്കുന്ന PCB നടപടിയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം കടവന്ത്രയിലെ PCB റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മിർസാദ് റഹ്മാൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 2 കൊല്ലത്തെ അധ്വാനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൺസൂണിന്റെ മഴ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഇതെല്ലാം കടലിലേക്ക് ഒഴുകി പൊക്കൊള്ളുമെന്ന പ്രതീക്ഷയോടുകൂടി പൊതുമേഖല കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ കമ്പനികളടക്കമുള്ള സ്ഥാപനങ്ങള് വിഷം പുഴയിലേക്ക് ഒഴുക്കിയത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലുപ്പമുള്ള ഒരു പുഴയാണ് പെരിയാർ, നദിയാണ് പെരിയാർ. 2 മാസം മാത്രമാണിത് ഒരു ഫുൾ സ്വിംഗിൽ ഒഴുകുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും വെള്ളമെല്ലാം വറ്റി മറുകരയിലേക്ക് പോകാൻ കഴിഞ്ഞ രീതിയിലേക്ക് പെരിയാർ ആക്കി കഴിഞ്ഞു. പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് സതക്കത്ത് KH അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ അടയാർ, ജില്ലാ നേതാക്കളായ സാദിഖ് KA, നസീർ അലിയാർ, നാദുഷാ എറണാകുളം, MK ജമാലുദ്ദീൻ, ഇല്യാസ് TM എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.